നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 പാർലമെന്റ് മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഒഡീഷ നിയമസഭയിലെ 35 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഇന്ന് തന്നെയാണ് നടക്കുന്നത്. ബീഹാർ, ജമ്മു കാശ്മീർ, ലഡാക്ക്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവയാണ് 5ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 8 സംസ്ഥാനങ്ങൾ. 49 സീറ്റുകളിലായി 144 സ്ഥാനാർത്ഥികളാണ് ഈ 5ാം ഘട്ടത്തിൽ മത്സര രംഗത്തുള്ളത്. കേന്ദ്ര മന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അതിനോടൊപ്പം തന്നെ സ്മൃതി ഇറാനി, പീയൂഷ് ഗോയൽ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരടക്കമുള്ളവർ ഇന്നാണ് ജനവിധി തേടുന്നത്. യുപിയിലെ റായ്ബറേലിയും അമേഠിയും തന്നെയാണ് ഏറ്റവും അധികം ജനശ്രദ്ധ ആകർഷിക്കുന്ന 2 മണ്ഡലങ്ങൾ. റായ്ബറേലിയിൽ കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധിയും അമേഠിയിൽ BJPക്ക് വേണ്ടി സ്മൃതി ഇറാനിയുമാണ് മത്സര രംഗത്തുള്ളത്. ഇതുവരെയുള്ള പോളിംഗ് ശതമാനം രണ്ടിടത്തും ഏകദേശം ഒരുപോലെ തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 9.47 ലക്ഷം പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് വോട്ടെടുപ്പിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. 17 പ്രത്യേക ട്രെയിനുകളും 508 ഹെലികോപ്റ്ററുകളും പോളിംഗ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ എത്തിക്കുന്നതിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. 153 നിരീക്ഷകർ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മണ്ഡലങ്ങളിൽ ചുമതല ഏറ്റു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. കൂടാതെ ചില സംസ്ഥാനങ്ങളിൽ പ്രത്യേക നിരീക്ഷകരെയും വിന്യസിച്ചിട്ടുണ്ട്. 2000 ഫ്ലൈയിംഗ് സ്ക്വാഡുകളും 2105 സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകളും 881 വീഡിയോ നിരീക്ഷണ ടീമുകളും 502 വീഡിയോ വ്യൂവിംഗ് ടീമുകളും വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഏത് നടപടികളെയും കർശനമായി തന്നെ കൈകാര്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ വേഗത്തിൽ തന്നെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നിരീക്ഷണത്തിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടർമാരെ ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്നത്തെ ദിവസം സ്വാധീനിക്കാൻ പാടില്ല എന്നുള്ള ഉറച്ച ഒരു നിലപാടിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ 5ാം ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക നിരീക്ഷകരെ ചില സംസ്ഥാനങ്ങളിൽ കൂടി വിന്യസിച്ചിട്ടുള്ളത്. നിലവിൽ എന്തായാലും ഈ 5ാം ഘട്ടം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും BJP കോട്ടകളിലൊക്കെ BJPക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. കാരണം പോളിംഗ് ശതമാനം മുൻപത്തെ അപേക്ഷിച്ച് കാര്യമായ പുരോഗതി ആദ്യത്തെ മണിക്കൂറുകൾ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തികഞ്ഞ പ്രതീക്ഷയിലാണ് മോദിയും കൂട്ടരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.